അധിക്ഷേപത്തെ തുടർന്ന് കോഴിക്കോട്ടെ യുവാവിന്റെ ആത്മഹത്യയിൽ പ്രതി ഷിംജിതയുടെ വാദങ്ങൾ തള്ളി റിമാൻഡ് റിപ്പോർട്ട്. ബസ്സിൽ അതിക്രമം നടന്നെന്ന ഷിംജിതയുടെ ആരോപണം പോലീസ് തള്ളി. റിമാൻഡ് റിപ്പോർട്ടിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. അതേസമയം ബസ്സിൽ വെച്ച് ഷിംജിതയെ ഒരാൾ ശല്യം ചെയ്തെന്ന സഹോദരൻ ഇന്ന് പയ്യന്നൂർ പോലീസിൽ പരാതി. കോടതിയിൽ ഹാജരാക്കിയ ഷിംജിതയുടെ വാദങ്ങൾ തള്ളുന്നതാണ് പോലീസ് നൽകിയ റിമാൻഡ് റിപ്പോർട്ട്. ബസ്സിൽ അസ്വാഭാവികമായി ഒന്നും സംഭവിച്ചിട്ടില്ല. CCTV പരിശോധിച്ചതിൽ നിന്നും ഇക്കാര്യങ്ങൾ വ്യക്തമായെന്നും പോലീസ് കോടതിയെ അറിയിച്ചു. ബസ് ജീവനക്കാരുടെ മൊഴിയിലും അസ്വാഭാവികമായി എന്തെങ്കിലും നടന്നെന്ന് കരുതാൻ കഴിയില്ല. ഷിംജിതയുടെ മൊബൈൽ പരിശോധിച്ചപ്പോൾ ബസ്സിൽ നിന്നും 7 വീഡിയോകൾ ചിത്രീകരിച്ചതായി മനസ്സിലായി. വീഡിയോ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ വഴി പ്രചരിപ്പിച്ച പ്രതി ഫോണിൽ നിന്നും ഇത് പിന്നീട് നീക്കം ചെയ്തതായും പോലീസ് കണ്ടെത്തി. പോസ്റ്റ് ഗ്രാജുവേറ്റ് അസിസ്റ്റന്റ് പ്രൊഫസർ യോഗ്യതയുള്ള പ്രതിക്ക് നിയമത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ടായിട്ടും സംഭവത്തിന് ശേഷം എവിടെയും പരാതി നൽകിയിട്ടില്ലെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. എന്നാൽ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ബസ് സ്റ്റാൻഡിലേക്കുള്ള യാത്രയിൽ ഒരാൾ ഷിംജിതയെ ശല്യം ചെയ്തെന്ന് സഹോദരൻ പരാതി നൽകി. ഇമെയിൽ വഴി ഇന്നാണ് പയ്യന്നൂർ പോലീസിന് പരാതി ലഭിച്ചത്. റിപ്പോർട്ടർ, കോഴിക്കോട്.